ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്ലാരിഫിക്കേഷനാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വാട്സപ്പ് വഴിയും കോൾ വഴിയും ബന്ധപ്പെട്ടു. അതിനോട് ചോദിക്കുന്നുണ്ട്, സാർ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാം കിട്ടും, 99% കിട്ടും, 100%, 101% കിട്ടും എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 50% ആൾക്കാരും പറയുന്നത് കിട്ടുന്നില്ല, അത് റിജക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതെന്താണ് കാരണം? അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒരു സർവേയിൽ കൂടെ കണ്ടുപിടിച്ചത്, നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് മിസ്മാച്ച് ആകുന്നതാണ് ഈ ഒരു റിജക്ഷൻ്റെ കാരണം. അല്ലാതെ നിങ്ങളുടെ സിബിലോ മറ്റ് ബാങ്കിങ് ഇഷ്യൂസോ നെഗറ്റീവ് ഏരിയാസോ ഒന്നും തന്നെയുള്ള പ്രോബ്ലം. അത് നിങ്ങൾ കൊടുക്കുന്ന ഞാൻ ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അത് കൊടുക്കുന്ന സമയത്ത് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പിന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ NBFC ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 90% ആൾക്കാർക്കും അറിയാം. പക്ഷേ ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിന് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലോൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോൺ ആപ്പ് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ലിങ്കും മറ്റു കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ മാത്രം ലോൺ എടുക്കുക. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ട്രൂ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ലോൺ തരുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഒന്നാണ്. ഈ ചാനലിലുള്ളവർക്കും എനിക്കും എല്ലാം ലോൺ തരുന്ന ഒരു കിഡിലം NBFC ആണ് ട്രൂ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ക്യാഷ് ലോണും ഉണ്ട്, ലെവലപ്പ് ലോണും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അപ്ലൈ എന്ന ഓപ്ഷനിൽ കൊടുക്കാം. അപ്ലൈ എന്ന ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണിക്കും, ലോണിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. മീൻസ് 1000 മുതൽ 30,000 രൂപ ഇവിടെ കാണിക്കും. മീൻസ് നമുക്ക് പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഗെറ്റ് ദിസ് ലോൺ 6,960 രൂപ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ലെവൽ 11 വരുമ്പോൾ 1 ലക്ഷം എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെയുള്ള കാര്യം, 1 ലക്ഷം രൂപ. ഇപ്പോൾ ഗെറ്റ് ദിസ് ലോൺ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ 6,960 രൂപ ഇവിടെ കാണിക്കുന്നുണ്ട്. പേയ്മെൻറ്റ്സ് ഇൻ 3 months ആണ് കാണിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ നിങ്ങൾ റീപേയ്മെൻറ്റ് ചെയ്യണം. അപ്ലൈ നൗ ഓപ്ഷൻ ഇവിടെ പ്രസ് ചെയ്യുക. GPS ഓൺ ചെയ്താൽ ലൊക്കേഷൻ ആക്സസ് ചോദിക്കാൻ വേണ്ടിയാണ് GPS അവിടെ ചോദിക്കുന്നത്. ലോൺ പർപ്പസ് ആദ്യമേ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഹൗസ് റിപ്പയർ അല്ലെങ്കിൽ സാലറി ഡിലേ കൊടുക്കാം, പിന്നെ പേഴ്സണൽ എമർജൻസി, വെഡ്ഡിങ് ഇവൻറ്റ്, ഇത് 4 നിങ്ങൾ കൊടുക്കുക. ബാക്കിയെല്ലാം അത് ഒരു കാരണവശാലും ബിസിനസ് കൊടുക്കരുത്. ഫുഡ് ആൻഡ് ഗ്രോസറി, ഇലക്ട്രോണിക് ഡിവൈസ്, റെൻറ്റ്, യൂട്ടിലിറ്റി ബില്ല്, ട്രാവൽ, ഇതൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മോസ്റ്റ് പ്രോബബിളി ഹൗസ് റിപ്പയർ തന്നെ കൊടുക്കുക. ബിസിനസ് ഒരു കാരണവശാലും കൊടുക്കരുത്. മെറിറ്റൽ സ്റ്റാറ്റസ് അത് നിങ്ങൾക്ക് മാരീഡ് ആണോ സിംഗിൾ ആണോ. ഇത് മാരീഡ് ആണെങ്കിൽ മീൻസ് നിങ്ങൾ സിംഗിൾ ആണെങ്കിലും മാരീഡ് തന്നെ കൊടുക്കുക. മാരീഡ് കൊടുക്കുമ്പോൾ ഇതായിരിക്കും ഓക്കെ, കുറച്ച് കല്യാണം കഴിഞ്ഞ ആളല്ലേ, നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലോൺ സാങ്ഷൻ്റെ ആ ഒരു സ്പീഡ് കൂട്ടും. എഡ്യൂക്കേഷൻ ലെവൽ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കാം. അവരതിലൊന്നും പ്രൂഫ് ചോദിക്കുന്നില്ല. ഹൗസിംഗ് ടൈപ്പ് സെൽഫ് ഓൺഡ് തന്നെ കൊടുക്കണം. അതിൻ്റെ പ്രൂഫൊന്നും അവർ ചോദിക്കില്ല. റെൻറ്റഡോ പേരൻ്റലോ അതൊന്നും നിങ്ങൾ കൊടുക്കണ്ട, സെൽഫ് ഓൺഡ് തന്നെ കൊടുക്കുക. പിന്നെ ഒക്യുപ്പേഷൻ സാലറീഡ് കൊടുക്കുക, അതിൻ്റെ പ്രൂഫ് അവർ ചോദിക്കില്ല. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് റെഗുലർ എംപ്ലോയി തന്നെ കൊടുക്കുക. കോൺട്രാക്ച്വൽ എംപ്ലോയിയോ ഫ്രീലാൻസറോ ഒന്നും കൊടുക്കാതിരിക്കുക. വർക്കിംഗ് പീരീഡ് നമ്മൾ മാക്സിമം 3 വർഷം മുതൽ 5 വർഷം വരെ വർക്ക് ചെയ്യുന്നത് കൊടുക്കുക. അതിൽ കൂടുതലും കൊടുക്കാം. ഞാൻ ഒരു മിനിമം ലെവലിൽ ഇത് കൊടുത്തു. ലെസ് ദാൻ 1 ഇയർ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കമ്പനി ഷോപ്പ്, അതൊരു നല്ലൊരു കമ്പനി നിങ്ങൾ കൊടുക്കുക. ഞാൻ യെസ് ബാങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഓക്കെ, വർക്ക് പീരീഡ് അത് കൊടുത്തു. കമ്പനി ഷോപ്പ്, ഫീൽഡ് ഇൻഡസ്ട്രി, ഇത് നല്ല IT കൊടുക്കാം. അതുപോലെ തന്നെ ബാങ്കിങ് ഫിനാൻസ് കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഫാർമസി, ഇ-കൊമേഴ്സ്, ഗവൺമെൻറ്, BPO, മീഡിയ, ഇതെല്ലാം നിങ്ങൾ കൊടുക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ജോബ് എൻജിനീയർ ആണെങ്കിൽ എൻജിനീയർ എന്ന് വെച്ചാൽ എൻജിനീയർ തന്നെ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പ്രൊഫഷണൽ കൊടുക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഇവിടെ. പിന്നെ ഈ എക്സിക്യൂട്ടീവ് ഒന്നും കൊടുക്കേണ്ട. മന്ത്ലി ഇൻകം അതൊരു 30,000, 40,000, 50,000 താഴെ കൊടുക്കുക. ഓക്കെ, ഏറ്റവും നല്ലത് ഒരു 20,000-നും 40,000-നും മിഡിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പേ ഡേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാലറി ഏത് റേറ്റിലാണ് കിട്ടുന്നത്, അത് ഒന്നെങ്കിൽ 1, 2, 2 അങ്ങനെ ആ ഓപ്ഷനിൽ നിങ്ങൾക്ക്, ഞാൻ തേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മോഡ് ഓഫ് ഇൻകം, അത് ചെക്ക് ക്യാഷ് എല്ലാം ചോദിക്കുന്നുണ്ട്. അത് ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക, മസ്റ്റായിട്ട് അത് തന്നെ കൊടുക്കുക. ലോൺ എക്സ്പീരിയൻസ്, ഇനി ഇതിന് മുമ്പ് എന്തെങ്കിലും ലോൺ എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്? യെസ് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദ ലോൺ പ്രൊഡക്ട്സ് വെൽ, അത് തന്നെ കൊടുക്കുക. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ഉള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഐ കൺഫേംഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ലോൺ അണ്ടർ ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു 10 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത്യാവശ്യ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ്.
കാരണം നമ്മളെ ബ്രാഞ്ച് പോലെ തന്നെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, നല്ലൊരു NBFC തന്നെയാണ് ട്രൂ ബാലൻസ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, നിങ്ങളിപ്പോൾ താഴെ നോട്ടിഫൈ മീ വെൻ ഇറ്റ് ഇസ് അപ്രൂവ്ഡ്, അത് അപ്രൂവ് ആകുമ്പോൾ ഒന്ന് മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ അവർ എന്താ പറയുക, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അവർ കറക്റ്റ് പിന്നെ മെസ്സേജ് അയക്കും. അതിൻ്റെ മെയിൻ പേജിൽ പ്രോഗ്രസ് ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കും, വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ, ഇറ്റ് വിൽ ബി അപ്രൂവ്ഡ് സൂൺ എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, നമുക്ക് നോക്കാം അപ്രൂവൽ ആകുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഷെയർ യുവർ സെൽഫി എന്ന ഓപ്ഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് സെൽഫി നമുക്ക് കൊടുക്കാം. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടേക്ക് എ സെൽഫി കൊടുത്തു. മെസ്സേജ് വരുന്നുണ്ട്. ലോൺ ഓഫ് 7,490 ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ വിവൃതി ക്യാപിറ്റൽ ലിമിറ്റഡ്, ഫോർമലി നോൺ ആസ് വിവൃതി ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അഗെയിൻസ്റ്റ് യുവർ സബ്മിറ്റഡ് ലോൺ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ട്രൂ ബാലൻസ് പോയി നോക്കാം. കൺഗ്രാജുലേഷൻസ്, യുവർ ലോൺ ഹാസ് ബീൻ അപ്രൂവ്ഡ്. ഓക്കെ, സി ഡീറ്റെയിൽസ് എന്ന് നോക്കിയാൽ നമ്മുടെ EMI ഇവിടെ കാണിക്കും. ഒരു മാസത്തിൽ 2,708 രൂപയാണ് എടുക്കാനുള്ളത്. ഇതൊക്കെ വെറുതെ ഞാൻ എടുക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇത് എടുത്ത് ഞാനൊരു കുളമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഏകദേശം ഒരു 6-7 ലക്ഷം രൂപ വരെ ഞാൻ ലോൺ തിരിച്ചടയ്ക്കാനുണ്ടായിട്ടുള്ള, അത് ഫേക്ക് ആപ്പും RBI അപ്രൂവ്ഡ് ആപ്പും കൂടിയാണ്. അത് ഫേക്ക് ആപ്പും ഒക്കെ പോട്ടെ, അടയ്ക്കേണ്ട. പക്ഷേ ഈ ഒരു റിയൽ RBI അപ്രൂവ്ഡ് ആപ്പ് നമുക്ക് അടച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ കാണിച്ചാണ് ഇത്രയും ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനിൽ ഒരു 5-6 ലക്ഷം രൂപ വരെ ഞാൻ അടയ്ക്കാനുണ്ട്. അക്സെപ്റ്റ് ദിസ് ഓഫർ എന്ന ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്, ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വരും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആ പറയുന്ന ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒരു പരിധി വരെയുള്ള ഒരു റിജക്ഷൻ റീസൺ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.